ഹലോ ഗൈസ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒളിച്ചോടാൻ പോവാണ് കേട്ടോ. പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ? പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ? ഒളിച്ചോടിയൊന്നുമില്ല, 2 ദിവസത്തേക്ക് കറങ്ങാം. അപ്പൊ നമ്മുടെ സൈക്കോ കള്ളനും കള്ളത്തിയും ഒളിച്ചോടി കല്യാണം കഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവരൊക്കെ ആരുടെ എന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് അല്ലേ? പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇതിനൊക്കെ വേണ്ടിയല്ലേ ഈ ഗെയ്സൊക്കെ യൂട്യൂബും തുറന്ന് ഇവിടെ ഇരിക്കുന്നത്. ഒക്കെ നമുക്ക് സെറ്റ് ആക്കാന്ന്. അപ്പൊ സൈക്കോ കള്ളൻ അഥവാ ഷിബിൻ ബാബു എന്ന് പറഞ്ഞാൽ നമ്മുടെ 2K കിഡ്സിന്റെ കൺകണ്ട ദൈവമാണ്. ഇൻസ്റ്റാഗ്രാമിൽ തരക്കേടില്ലാത്ത ഫോളോവേഴ്സും അത്യാവശ്യം റീച്ചും ഒക്കെയുള്ള ഒരു പാവം ഇൻഫ്ലുവൻസർ. തെറിവിളി കണ്ടന്റുകളാണ് ആശാന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു റീൽ ഞാൻ കാണിച്ചു തരാം. എന്റെ പൊന്നു മക്കളെ, പ്രേമവും മണ്ണാങ്കട്ടയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. തേപ്പൊക്കെ പലർക്കും പല വിധത്തിലും പല രീതിയിലും കിട്ടും, മനസ്സിലായി? എന്ന് വെച്ചിട്ട് തൂങ്ങാനും സൂയിസൈഡ് ചെയ്യാനും പോയി കഴിഞ്ഞു നീയൊക്കെ എന്നെ കുണ്ണയടാ. നിനക്കൊക്കെ കുണ്ണയുണ്ടോ? എടാ ഒരു കാര്യം പറയാം, നീ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എടാ വിട്ട വാണത്തിന്റെ കണക്ക് നിന്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. എടാ ഒരു കാര്യം പറയാം, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും വെറുതെ വല്ല കുണ്ണയെ നിനക്ക് ടോക്കിയിട്ട് പോയെന്ന് വിചാരിച്ചിട്ട് അത് വിചാരിച്ച് ഊമ്പി കുത്തി ഡിപ്രഷൻ അടിച്ചിട്ട് മറ്റേ ചുക്കാമണി കൂടെ കയറി കണ്ണി കൂടെ വരുന്നൊരു സംഭവമാണ്, തുളുമ്പി വരുന്ന സംഭവമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, മനസ്സിലായോ? എടാ ഈ കാലത്ത് പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊമ്പലും ചാമ്പലും ആണ്, മനസ്സിലായോ? വെറുതെ ഊക്കാൻ വേണ്ടി മാത്രം ഓരോ കുണ്ണയാലുണ്ട്, മനസ്സിലായോ? വെറുതെ ഊക്കാൻ വേണ്ടി മാത്രം. ഇതിൻ്റെയൊക്കെ നടുക്ക് നിന്ന് നീ ഒരു പൊട്ടനായെന്ന് നിനക്ക് മനസ്സിലായെങ്കിൽ വീണ്ടും അവിടെ നിന്ന് പൊട്ടനാവാതെ അടുത്ത കേസ് പിടിക്കും, ഒഴിവാക്കി. ഓക്കെ, വെറുതെ 2K കിഡ്സിന് ദൈവമായത്. ആശാന്റെ നിലവാരം ഏകദേശം പിടിയിട്ടല്ലോ. അറിഞ്ഞിട്ട പേരാണ് സൈക്കോ. ഇങ്ങനെ സിഗ്മ കളിച്ചോണ്ടിരുന്ന ഒരു ചെക്കനാണ് ഒരു പെണ്ണിനും തൂക്കിയെടുത്ത് നാട് വിട്ടത്. ഇവന്റെ സിഗ്മ ഫാൻസ് ഒക്കെ ഇത് എങ്ങനെ സഹിക്കുമോ എന്തോ. എന്തായാലും അങ്ങനെ തെറി വിളിച്ച് നടന്ന സൈക്കോയുടെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരികയാണ് സുഹൃത്തുക്കളെ. ദ വണ്ണിന്റെ ഉള്ളിൽ കലിപ്പത്തി സോന ലക്ഷ്മി. രോമാഞ്ചം. സോന എന്ന് പറഞ്ഞാൽ സ്വർണം, അവൾ തനി തങ്കമായിരുന്നു സാർ. ലോക്കൽ തെരുവിളികൾ മാത്രം നടത്തിയിരുന്ന സൈക്കോയുടെ ജീവിതം സോന വന്നതോടെ മാറി മറിയാൻ തുടങ്ങി. ബിസിനസ് പടർന്ന് പന്തലിച്ചു. ഇൻസ്റ്റാഗ്രാമിലൂടെ തെറിയുടെ അതിഭീകരമായ ഇടനാഴികളിലൂടെ സോനയുടെ കൈയും പിടിച്ച് സൈക്കോ നടന്നു, ഒരു ഭ്രാന്തനെ പോലെ. അങ്ങനെ സോനക്ക് 18 തികഞ്ഞു. അന്ന് +2 ഇംഗ്ലീഷ് പരീക്ഷയാണ്. ദൈവമേ, ഒന്നും പഠിച്ചിട്ടില്ല. ഇനി എന്ത് ചെയ്യും? എക്സാം എന്തായാലും പൊട്ടും. ലേശം ഉള്ളി എടുത്ത് കക്ഷ്യത്തിൽ വെച്ചാലോ? വേണ്ട. അമ്മ 2 പാരസെറ്റമോൾ എടുത്ത് തിന്നിട്ട് പോയി എക്സാം എഴുതാൻ പറയും. ഇനി തല കറങ്ങി വീണാലോ? അതും വേണ്ട. അമ്മ തലയിലൂടെ വെള്ളം കുരിച്ചാലോ? വെള്ളം വന്ന് എനിക്ക് അലർജി. സോന തല കുത്തി എന്ന് ആലോചിച്ചു. എക്സാം എഴുതാതിരിക്കാൻ എന്ത് ചെയ്യും? യെസ്, കിട്ടിപ്പോയി. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, ഒളിച്ചോടിയേക്കാം. അവൾ സൈക്കോയെ വിളിച്ചു. പാവം സൈക്കോ. വീട്ടുകാരെല്ലാരും കൂടി എന്റെ സോനാച്ചയെ ഇടിച്ച് പിഴിഞ്ഞതാവുമെന്ന് കരുതി അവൻ ഓടി വന്നു. അവളെ കോരിയെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. മണ്ടൻ. ഇവൾ എക്സാം എഴുതാതിരിക്കാൻ വേണ്ടിയുള്ള ഒളിച്ചോട്ടമായിരുന്നു എന്ന് ഇവൻ അറിഞ്ഞില്ല. അല്ലെങ്കിലും സൈക്കോകൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇവിടെ ഇല്ലല്ലോ. എന്തായാലും ഇവൾ ഇറങ്ങി വന്ന് എന്നാ പിന്നെ കെട്ടിക്കളയാം. അങ്ങനെ സൈക്കോ അവളെ സ്വീകരിച്ചു. ഇനി അതിനുള്ള സമയമാണ്. ഇനി വൈകിക്കൂടാ. സൈക്കോയുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ഇടവും വലവും നോക്കി, ആരില്ല. ഇത് തന്നെ പറ്റിയ സമയം. അങ്ങനെ മറ്റൊരു യൂട്യൂബ് ചാനലും കൂടി ഈ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചു. അന്യം നിന്ന് പോയെന്ന് വിചാരിച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞവർക്കൊക്കെ ഇനി ആഘോഷിക്കാം. കപ്പിൾ വ്ലോഗ് ഈസ് ബാക്ക്. കലിപ്പന്റെ കാന്താരി ഈസ് ബാക്ക്. കള്ളന്റെയും കള്ളത്തിയുടെയും കളികൾ ഇനി യൂട്യൂബിലാണ് മക്കളെ. ഒരു വീഡിയോ കണ്ടാലോ? ഹലോ ഗൈസ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒളിച്ചോടാൻ പോവാണ് കേട്ടോ. പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ? പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ? അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. +2 എക്സാം തീരുന്നെന്ന് എന്നെ തിരിച്ചു കൊണ്ടാക്കിയേക്കണം, പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ ഇതിനും വലിയ മോങ്ങല് ഞാൻ മോങ്ങും. ഇല്ല പിന്നെ ബാക്കിയുണ്ടോ? ഒളിച്ചോടിയൊന്നുമില്ല, 2 ദിവസത്തേക്ക് കറങ്ങാം അല്ലേ? കറങ്ങി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോ ഒന്ന് പറയണേ. അല്ല, അങ്ങനെയാണല്ലോ പൊതുവെ സംഭവിക്കാറ്. കലിപ്പന് കലിപ്പ് കൂടി കൂടി കഴപ്പാക്കുമ്പോ സൈ കെട്ട് പെണ്ണ് ഇറങ്ങി ഓടുന്നത് നമ്മൾ കുറെ കണ്ടതല്ലേ. പക്ഷെ ഇവിടെ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ. സംഭവിക്കാതിരിക്കട്ടെ. വേറെ പുതിയ വീടൊക്കെ വാടക എടുത്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവരുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നന്നാവട്ടെ. ബാക്കിയുണ്ടോ? ഇതാണ് ഇനി നമ്മുടെ വീട്. കൈ പിടിക്കൂ, എന്നാ വാതിൽ പോത്തു. അതെന്നാ ഇതാണ് അപ്പം. ഇങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുക. ആ, നീ ചാറ് മുക്കി നക്കിയാ മതി. വേണമെങ്കിൽ തിന്നെണീറ്റ് പോടേ. എന്നെ വെറുതെ കലപ്പത്തി ആക്കരുത്. നീ താങ്ക മാട്ടേ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നാലും പാവണ്ട് നമ്മുടെ സൈക്കോ. ആ, ഇനിയിപ്പൊ കരിഞ്ഞപ്പൊക്കെ തിന്ന് ജീവിക്കാം. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ? ബാക്കിയുണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നീയല്ലേ കൺമശിയും നോക്കട്ടെ. കണ്ണില് കൺമശി ജയിച്ചു ഗൈസ്. അയ്യേ.
ചായ വെച്ചല്ലേ പറഞ്ഞു വന്ന ഇതാണ് എൻ്റെ 18 വയസ്സുള്ള ഭാര്യ. എക്സാമിൻ്റെ അന്ന് രാവിലെ പരീക്ഷയ്ക്ക് ഒന്ന് എങ്ങനെ പഠിക്കാത്തതുകൊണ്ട് +2 എക്സാം, എന്നിട്ട് ഒളിച്ചോടി വന്നതാണ് എൻ്റെ കൂടെ. എന്നിട്ട് ഇതിനെ തീറ്റിപ്പോറ്റലാണ് ഇപ്പം എൻ്റെ ഫോൺ അടിക്കേണ്ടത്. നോക്ക് നീ എത്ര കൊണ്ടുവന്നേ? പിന്നെ അങ്ങനെ ചോദിക്ക് സോനാച്ചി. എക്സാം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങാടിയിലൂടെ കറങ്ങി നടന്ന സോനാച്ചിയെ പിടിച്ച് കൂടെ കയറ്റി താമസിപ്പിച്ചിട്ട് ഇപ്പൊ അവളെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങള് സോനാച്ചി ഫാൻസിന് അത് സഹിക്കൂല. സൈക്കോ ആണ്, തെറിവീരനാണെന്നൊന്നും നമ്മൾ നോക്കൂല. പറഞ്ഞേക്കാം, അല്ല തെറിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. എന്നാലും ഈ സൈക്കോക്ക് എന്ത് പറ്റി? ഒരു തെറി പോലും പറയാതെ എത്രയും സമയം വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ. അല്ല എന്റെ സൈക്കോ ഇങ്ങനെയല്ല. ഒരു പെണ്ണ് കെട്ടിന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ മാറാൻ പാടുണ്ടോ? നാണക്കേട്. എനിക്ക് ആ പഴയ ഓജസും തേജസും ഒക്കെ ഉള്ള സൈക്കോനാണ് വേണ്ടത്. ഞാൻ ആരാധനയോടെ നോക്കിയ എന്റെ ആ സിഗ്മ സൈക്കോ. നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ, നിന്നോട് ദൈവം പോലും പൊറക്കൂലടാ. വായിക്കാൻ നോക്കാം. മക്കളെ, ഈ സാധനത്തിന് വീഡിയോയിൽ എടുക്കാൻ വരണമെങ്കിൽ വല്ലതും തിന്നാൻ മേടിച്ചു കൊടുക്കണം. എന്താ നോക്കണേ? ഞാൻ ഇങ്ങനത്തെ വീഡിയോ അല്ലല്ലോ പറഞ്ഞ. പിന്നെ ഫുഡിന്റെ വീഡിയോ എടുക്കണ്ട. പിന്നെ തന്നെ ഇതൊക്കെ നീ തിന്നണല്ലേ? എല്ലാരും പറയും ഞാൻ തീറ്റ കൊതിച്ചാണ്. പിന്നെ ഇതൊക്കെ എന്താ? ഇതെടുക്കണ്ട, ഇതെടുക്കാൻ ഞാൻ നേരെ ഇരിക്കില്ല. നിനക്ക് തിന്നാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ ഗൈസ്, ഇതാ ഇവിടെ ചോറ് വേറെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോരാത്തിന് ഇതാ ബിരിയാണി, കോക്കോസ്, ബർഗർ അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് ബർഗർ, ഐസ്ക്രീം. പക്ഷെ ഇതൊന്നും ശരീരത്തിൽ കാണാനില്ല. വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ വന്നു പോയാ നേരെ അടുക്കളയിലേക്ക് പോയി ബേക്കറി പാത്രം എടുത്ത് ഓടുന്ന പെണ്ണിനൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും. 18 തികയാൻ കാത്തിരിക്കുമല്ലായിരുന്നോ? ഇനിയിപ്പോ ഫുഡ് വ്ളോഗ് ഒക്കെ തുടങ്ങിയാലോ? അല്ല എന്തായാലും അവൾക്ക് കുറെ തിന്നാൻ വാങ്ങിച്ചു കൊടുക്കണല്ലോ. അതിന്റെ കൂടെ അതൊരു വ്ളോഗും കൂടി ആക്കി അതൊരു വരുമാന മാർഗ്ഗം ആയല്ലോ. അപ്പൊ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ടാലിയായി കിട്ടും. ഞാൻ എന്റെ ഒരു ബിസിനസ് ഐഡിയ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇവർ ഒരുമിച്ചുള്ള ചില വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിൽ വമ്പം വൈറലായതോടെ നമ്മുടെ വെറൈറ്റി മീഡിയ എന്താക്കി ഇവരെ പിടിച്ചൊരു ഇന്റർവ്യൂ അങ്ങോട്ട് ചെയ്തു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. വൈഫായി രാവിലെ എണീറ്റ് ചായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൈഫാണോ? ഞാൻ കരിഞ്ഞ അപ്പം ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടു. അതൊക്കെ അഭിനയത്തിന് അവാർഡ് കൊടുക്കണം. അതൊക്കെ സ്ക്രിപ്റ്റാ കംപ്ലീറ്റ്. ഓഹോ, അങ്ങനെ പറയാം. അപ്പൊ സ്ക്രിപ്റ്റ് ആയിരുന്നു അല്ലേ ആദ്യം പറയണ്ടേ? ഞാനും കൂടെ തെറ്റിദ്ധരിച്ചു പോയി. അല്ലേലും ഞങ്ങളെ സോനാച്ചി അത്ര മോശമൊന്നല്ല. ഒരു ദോശക്കാരിയാത്ത ഉണ്ടാക്കാനൊക്കെ സോനാച്ചിക്ക് അറിയാം. ഇനിയിപ്പോ സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു ഇതുപോലെ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. ബാക്കി ഉണ്ടോക്കാം. എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു വൈഫായിട്ട്? വീട്ടിലെ പോലെ ഒന്നല്ല. ഇവനങ്ങനെ ഇന്ന ഫുഡൊന്നും ഇല്ല. എന്ത് വേണമെങ്കിലും കഴിച്ച് കൊടുത്താൽ കഴിച്ചോളൂ. പാവാണല്ലേ? പിന്നെ വേറെ വഴിയില്ല, അനുഭവിക്കാം. പിന്നെ അത്യാവശ്യം കിടന്നുറങ്ങാനൊക്കെ പറ്റും. അല്ല എങ്ങനെയല്ല, വീട്ടിലത്തെ പോലെയല്ല. വീട്ടില് പഠിക്കണ്ട അല്ലേ? വേറെ പണിയില്ല. വേറെ പണിയില്ല. ഓക്കെ, പഠിക്കണ്ട, അതാണല്ലോ മെയിൻ. പഠിക്കാതിരിക്കാൻ വേണ്ടി ഒളിച്ചോടിയ ലോകത്ത് ആദ്യത്തെ പെണ്ണ് നീയായിരിക്കും. ഒരു പെണ്ണൊക്കെ ജനിച്ചാൽ മതിയെന്നു. അതാവുമ്പോ എന്തെങ്കിലും ഉത്തരവാദിത്വം വരുമ്പോ വേഗം ഒളിച്ചോടിയാൽ മതിയല്ലോ. എന്ത് സുഖാലോ, ഒന്നും അറിയണ്ട. വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വയ്യ, പഠിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെക്കനാണ് ഒളിച്ചോടിയതെങ്കിലുള്ളൂ. പുകിലങ്ങളൊന്നും ആലോചിച്ച് നോക്കി. എന്നാലും എന്റെ സോനാച്ചി കുറച്ചു കാലം കഴിഞ്ഞിട്ടും ഇപ്പം പറഞ്ഞതിൽ കുറച്ച് നിൽക്കണം കേട്ടോ. ഇതുപോലൊക്കെ തന്നെ പറഞ്ഞു കേട്ടാൽ മതി. അല്ലാണ്ട് അയ്യോ ഒന്ന് പഠിച്ചാൽ മതിയായിരുന്നു, എന്റെ ജീവിതം തുലഞ്ഞ് എന്നും പറഞ്ഞ് കരിഞ്ഞു മേകിയ വീഡിയോ കൊണ്ടുവരരുത്. അല്ല, ഇഷ്ടംപോലെ അങ്ങനത്തെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ബാക്കി നോക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ വൈറലായ ഒരു വീഡിയോ ഉണ്ടല്ലോ. എനിക്ക് ഈ വീഡിയോ എന്ന് പറയുമ്പോ എനിക്ക് വേറൊരു ഒളിച്ചോട്ടുന്ന വീഡിയോ ആണ് ഓർമ്മ വരുന്നത്. അത് മറ്റേ ഓട്ടോറിക്ഷയിലല്ലേ? അത് ശരിയല്ല, അത് വേറെ, അത് അവിഹിതം. ഇത് ഞാൻ മോനെ നമ്മുടെ കാമേട്ടൻ കാമേച്ചി റെഫറൻസ് എന്തായാലേ. കാമേട്ടനും കാമേച്ചിയുടെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നും പറയാനില്ല. അവരന്ന് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ അവർക്കും കാര്യമായേനെ, കൂട്ടത്തിലും ഞമ്മക്കും കാര്യമായേനെ. എന്നാലും കാമേട്ടനും കാമേച്ചിയും ഇപ്പൊ എവിടെയാണാവോ? വല്ലാണ്ട് മിസ് ചെയ്യുന്നു. മിസ് യു. ഈ ഞാൻ ചോദിക്കട്ടെ, 18 വയസ്സിലെ ധൈര്യം എന്നൊക്കെ കുറെ കമന്റ് കണ്ടു. പ്രായത്തിന്റെ എടുത്തുചാട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്താ പറയുന്നത്? എടുത്തുചാട്ടൊന്നുമില്ല. ഈ റീല് കാരണമാണോ സമ്മതിച്ച് തരാത്ത വീട്ടില്? അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കിയില്ലായിരുന്നോ? ഡിലീറ്റ് ചെയ്യാനോ? അത് കണ്ടല്ലോ, അപ്പൊ അവർക്ക് ഒരു താല്പര്യമാണോ അങ്ങനെയൊക്കെ. അന്നൊക്കെ ഞാൻ മനഃപൂർവ്വം ബാക്കിൽ കക്കൂസിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇരിക്കും. ഇവൻ കാണുന്നവര് വിചാരിക്കണം ഇവൻ എന്താ ഈ കക്കൂസിൽ ഇരുന്ന് ചെയ്യുന്നത്,
എന്നാലേ ആ വീഡിയോ മുഴുവൻ കാണുള്ളൂ. അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തിരുന്നതാണ് അതൊക്കെ, കണ്ടന്റിന്റെ ഇതിൽ മാത്രം. കക്കൂസ് ബ്രോ എന്നൊക്കെ പേര് അങ്ങനെ വിളിക്കാറ്. ഉള്ളത് പറയാലോ ബ്രോ, ഇൻസ്റ്റയിലെ നിന്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ആരാരും നിനക്ക് പെണ്ണ് കെട്ടിച്ച് തരാൻ പോകുന്നില്ല. അജാദ് അപരാധം പിടിച്ച വീഡിയോകളല്ലേ അതൊക്കെ. കണ്ടാൽ ഇച്ചിരി പോകുന്ന പിള്ളേർക്ക് നിന്നോട് ആരാധന തോന്നുമായിരിക്കും. തൊപ്പിയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പൊ കണ്ടില്ലേ തൊപ്പിയെല്ലാം നിർത്തി, ബോധം വന്നു. അതാണ് നീ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള വീഡിയോ ഒന്നും ചെയ്യുന്നത് കണ്ടില്ല. നല്ല കാര്യം. ഇനിയിപ്പോ കപ്പിൾ വ്ലോഗ്സ് അല്ലേ, കണ്ടന്റിന് ക്ഷാമൊന്നും ഉണ്ടാവില്ലല്ലോ. പ്രായത്തിന്റെ എടുത്തുചാട്ടമല്ല എന്നാണ് ഇവർ ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞതില്ലേ. സോനക്ക് 18 സൈക്കോക്ക് 21 പ്രായം. ആ പ്രായത്തിന് മെച്യൂരിറ്റി എന്താകുമെന്ന് എന്റെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഇവർ നന്നായി ജീവിക്കട്ടെ. നിങ്ങളുടെ പ്രായത്തിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരും. അതൊക്കെ ഇപ്പോഴും മുൻകൂട്ടി കണ്ട് ജീവിച്ചാൽ നന്നായിരിക്കും. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.